നക്ഷത്രമണ്ഡലത്തിലെ ഏറ്റവും കരുത്തുറ്റതും ആത്മവിശ്വാസമുള്ളതുമായ നക്ഷത്രങ്ങളിലൊന്നാണ് പൂരാടം. അപരാജിതർ അഥവാ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവർ എന്നാണ് ഈ നക്ഷത്രത്തിന്റെ അർത്ഥം തന്നെ. ശുക്രനധിപനായ ഈ നക്ഷത്രക്കാർക്ക് കലയോടും സൗന്ദര്യത്തോടും ജീവിതത്തിലെ ആഡംബരങ്ങളോടും എന്നും ഒരു പ്രത്യേക മമതയുണ്ടാകും. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതിലോ കഠിനാധ്വാനം ചെയ്തിട്ടും അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കാത്തതിലോ ഒരു ചെറിയ നിരാശ നിങ്ങളുടെ ഉള്ളിൽ പുകയുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് ഒന്നാണ്: കാത്തിരിപ്പിന്റെ ആ ദിനങ്ങൾ അവസാനിക്കുകയാണ്. 2026 ജനുവരി മാസം പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി ജീവിതത്തിലെ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. കരിമഞ്ഞ് മൂടിക്കിടന്ന പാതയിൽ സൂര്യപ്രകാശം പതിക്കുന്നത് പോലെ നിങ്ങളുടെ തടസ്സങ്ങൾ ഓരോന്നായി മാറാൻ തുടങ്ങുന്ന ഒരു മാസമാണിത്. ഈ ജനുവരിയിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം നിങ്ങളുടെ മാനസികാവസ്ഥയിലായിരിക്കും. തളർന്നു പോയേക്കാമെന്ന് കരുതിയ ഇടത്തുനിന്ന് ഇരട്ടി ശക്തിയോടെ കുതിച്ചുയരാൻ പ്രേരണ നൽകുന്ന അദൃശ്യമായ ഒരു ഊർജം നിങ്ങളെ ഈ മാസം നയിക്കും. സാമ്പത്തിക രംഗത്ത് വിസ്മയകരമായ മാറ്റങ്ങളാണ് പടിവാതിൽക്കൽ നിൽക്കുന്നത്. ഭാഗ്യദേവത നിങ്ങളുടെ വാതിലിൽ മുട്ടുന്ന നിമിഷങ്ങൾ ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഇതുവരെ പ്രകടിപ്പിച്ച സത്യസന്ധതയ്ക്കും കഠിനാധ്വാനത്തിനും വലിയൊരു പ്രതിഫലം ജനുവരിയിൽ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. മേലധികാരികളുടെ പ്രശംസയോ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ വിദേശത്തെ ജോലി സ്വപ്നമോ എന്തുമാകട്ടെ, അവയൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന അനുകൂല സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. കുടുംബജീവിതത്തിൽ പെയ്തൊഴിഞ്ഞ കാർമേഘങ്ങൾ മാറി തെളിഞ്ഞ ആകാശം തെളിയുന്ന മാസമാണിത്. ബന്ധങ്ങളിലെ വിള്ളലുകൾ ഉണങ്ങാനും പങ്കാളിയുമായുള്ള സ്നേഹം കൂടുതൽ ദൃഢമാകാനും ഈ മാസം വഴിയൊരുക്കും. മക്കളുടെ നേട്ടങ്ങൾ കണ്ട് അഭിമാനിക്കാനും വീട്ടിൽ സന്തോഷത്തിന്റെ മംഗളധ്വനികൾ മുഴങ്ങാനും ജനുവരി സാക്ഷ്യം വഹിക്കും. ആത്മീയതയുടെ തലത്തിലും ഈ മാസം നിങ്ങൾക്ക് വലിയ തിരിച്ചറിവുകൾ നൽകും. ലൗകികമായ നേട്ടങ്ങൾക്കിടയിലും മനസ്സിന്റെ ശാന്തി കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ നിഴലായി കൂടെയുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം ഈ മാസം നിങ്ങളെ ഏത് പ്രതിസന്ധിയിലും കാത്തുരക്ഷിക്കും. മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ അവസരങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറെടുക്കുക. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സാമ്പത്തികം, തൊഴിൽ, കുടുംബം തുടങ്ങിയ മേഖലകളിൽ സംഭവിക്കാൻ പോകുന്ന വിപുലമായ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. വിധിയിൽ വിശ്വസിക്കുക, കർമ്മത്തിൽ ശ്രദ്ധിക്കുക. വിജയം നിങ്ങളോടൊപ്പമുണ്ട്. തൊഴിൽ മേഖലയിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന കാലമാണിത്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ മാസം പുനരാരംഭിക്കാൻ സാധിക്കും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം. വ്യാഴത്തിന്റെ ലഗ്നദൃഷ്ടി മൂലം മാനസികമായി വലിയ ഊർജവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഏത് പ്രതിസന്ധിയെയും ധീരമായി നേരിടാനുള്ള കരുത്ത് ഈ മാസം കൈവരും. പുതിയ അറിവുകൾ നേടുന്നതിനായുള്ള യാത്രകൾ അല്ലെങ്കിൽ വിദേശ യാത്രകൾക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജനുവരി മാസം അനുകൂലമാണ്. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, അധ്യാപനം, കല തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ തെളിയുന്നു. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറി യാത്ര സഫലമാകാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വ്യാപാരികൾക്കും ലാഭം വർദ്ധിക്കുന്ന മാസമാണിത്. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. എന്നാൽ അർദ്ധാഷ്ടമ ശനി ഉള്ളതിനാൽ വലിയ മുതൽ മുടക്കുകൾ നടത്തുമ്പോൾ പരിചയസമ്പന്നരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. സിനിമ, സംഗീതം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങളും പ്രശസ്തിയും ലഭിക്കും. സാമ്പത്തികമായി ജനുവരി മാസം നിങ്ങൾക്ക് പുരോഗതി വാഗ്ദാനം ചെയ്യുന്നു. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരാൻ സാധ്യതയുണ്ട്. മുൻപ് നൽകിയ കടങ്ങൾ തിരികെ ലഭിച്ചേക്കാം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുമ്പോൾ മിതമായ ലാഭം പ്രതീക്ഷിക്കാം. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി 2ാം പകുതി ഉചിതമാണ്. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചില അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാം. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. ശനിയുടെ സ്വാധീനം ഗ്രഹസംബന്ധമായ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പഴയ കടങ്ങൾ വീട്ടു തീർക്കാൻ സാധിക്കുന്നത് വലിയ ആശ്വാസം നൽകും. പുതിയ വായ്പകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. പങ്കാളിയുടെ പേരിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള ആത്മബന്ധം ശക്തിപ്പെടും. വിവാഹാലോചനകൾ നടത്തുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ആലോചനകൾ വരികയും വിവാഹ നിശ്ചയം പോലുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറും. മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. പിതാവിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്.
പൂരാടം നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. ഈ മാസം അത് വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനം നടത്താനും അവസരം ലഭിക്കും. മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും. ഇത് മനസ്സിന് ശാന്തി നൽകും. ദാനധർമ്മങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും മനസ്സ് കാണിക്കും. ഇത് വലിയ ആത്മസംതൃപ്തി നൽകും. ആത്മീയ ഗുരുക്കളുടെ അനുഗ്രഹം തേടാൻ സാധിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ അസ്ഥി സംബന്ധമായ വേദനകളോ ബുദ്ധിമുട്ടിച്ചേക്കാം. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ധൃതിയിലുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കുക. അമിത ജോലിഭാരം മൂലം ക്ഷീണം അനുഭവപ്പെടാം. ആവശ്യത്തിന് വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഏകാഗ്രത വർദ്ധിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നവർക്ക് പ്രായോഗികമായ അറിവ് വർദ്ധിക്കും. അധ്യാപകരുടെയും മുതിർന്നവരുടെയും കൃത്യമായ മാർഗനിർദ്ദേശം പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത് സാധ്യമാകും. എങ്കിലും രേഖകൾ കൃത്യമായി പരിശോധിക്കണം. വസ്തു ഇടപാടുകളിൽ ലാഭമുണ്ടാകും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തികമായോ തൊഴിൽപരമായോ സഹായം പ്രതീക്ഷിക്കാം. പുതിയ ഭക്ഷണ രീതികൾ പരീക്ഷിക്കാൻ താല്പര്യം കാണിക്കും. എങ്കിലും പുറത്തു നിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകും. പുതിയ പരിചയക്കാരെ കണ്ണടച്ച് വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ. കുടുംബത്തിലോ ജോലിസ്ഥലത്തോ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. മൗനം പാലിക്കുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. പ്രധാനപ്പെട്ട കരാറുകളിലോ പ്രമാണങ്ങളിലോ ഒപ്പിടുമ്പോൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുന്നത് ഗുണകരമാണ്. ശനിസ്തോത്രം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ചെയ്യുക. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. നക്ഷത്രനാഥനായ ശുക്രന്റെ പ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഏതൊരു കാര്യത്തിനും മുന്നോടിയായി ഗണപതി ഭജനം നടത്തുന്നത് വിഘ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. ഗണപതി ഹോമം നടത്തുകയോ ദിവസവും ഗണപതിയെ ധ്യാനിക്കുകയോ ചെയ്യുക. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായ സ്വാധീനങ്ങളുണ്ട്. നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലുന്നതും നവഗ്രഹ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നല്ലതാണ്. സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും ദാനം ചെയ്യുന്നത് പുണ്യം നൽകുകയും ദോഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. അന്നദാനം, വസ്ത്രദാനം എന്നിവ നടത്തുന്നത് ഉചിതമാണ്. ഗ്രഹദോഷങ്ങൾ അകറ്റാൻ മന്ത്രജപം വളരെ ഫലപ്രദമാണ്. ശുക്രന്റെയും വ്യാഴത്തിന്റെയും മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം. വെള്ളിയാഴ്ചകളിൽ ശുക്രന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ശുക്രപൂജ നടത്തുകയോ ചെയ്യാം. വെള്ള വസ്ത്രം ധരിക്കുന്നതും വെളുത്ത പൂക്കൾ ശുക്രന് സമർപ്പിക്കുന്നതും നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾക്ക് മധുരം, വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നൽകും. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജനുവരി മാസം ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്കും പുരോഗതിക്കും വഴിയൊരുക്കുന്ന മാസമാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളെ പല പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കും. കർമ്മരംഗത്തെ ആത്മാർത്ഥതയും ഈശ്വരവിശ്വാസവും നിങ്ങളെ വലിയ വിജയത്തിലേക്ക് നയിക്കും. സാമ്പത്തികമായും ദാമ്പത്യപരമായും ഈ മാസം വലിയ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജനുവരി മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു.